മാസപ്പടി കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ മാസം 19-ന് വിധി പറയും. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജി. മാത്യു കുഴൽനാടൻ MLA ആണ് ഹർജി നൽകിയത്. രശ്മി കാർത്തികേയുണ്ട്. രശ്മി, വിവരങ്ങൾ. മാത്യു കുഴൽനാടൻ MLA ഫെബ്രുവരി 29-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ഉൾപ്പെടെ 7 പേർക്കെതിരെയായിരുന്നു ഹർജി ഫയൽ ചെയ്തത്. ഈ വിജിലൻസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി. കഴിഞ്ഞ ആഴ്ച ഈ ഒരു കേസ് പരിഗണിക്കവേ മാത്യു കുഴൽനാടൻ നിലപാട് മാറ്റിയിരുന്നു. വിജിലൻസ് അന്വേഷണത്തിൽ സംതൃപ്തിയില്ല. കാരണം വിജിലൻസിന്റെ തലപ്പത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ വിശ്വാസമില്ല. അതുകൊണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ നേരിട്ട് അന്വേഷണം നടത്തണം എന്നുള്ളതായിരുന്നു പിന്നീട് മാത്യു കുഴൽനാടൻ കോടതിയിൽ പറഞ്ഞത്. അതിനുശേഷം ഇന്ന് ആ കേസ് പരിഗണിക്കുകയായിരുന്നു. പക്ഷേ ഈ കേസ് എടുത്തതിന് ശേഷം മറ്റ് കമന്റുകളൊന്നും തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. വിധി പകർപ്പ് തയ്യാറായിട്ടില്ല. അതാണ് ഒരു കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഈ മാസം 19-ാം തീയതി ഈ മാസപ്പടി വിവാദത്തിൽ വിധി പറയും എന്നുള്ളതാണ് വിജിലൻസ് കോടതി അറിയിച്ചിരിക്കുന്നത്. ഈ മാസപ്പടി വിവാദത്തിൽ ഈ വിജിലൻസിന്റെ അന്വേഷണം ഉണ്ടാകുമോ, അതല്ല ഇത്തരത്തിൽ കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകുമോ, ഇല്ലെങ്കിൽ ഹർജി തള്ളുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഈ മാസം 19-ന് ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് വഴിവിട്ട് CMRL 1,72,00,000 രൂപ നൽകി, വഴിവിട്ട സേവനം നൽകി എന്നുള്ളതാണ് ഈ ഒരു മാത്യു കുഴൽനാടന്റെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധി കൂടിയായിരിക്കും ഈ ഒരു വിജിലൻസ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുക. ഇഡിയുടെ അന്വേഷണം സമാന്തരമായി നടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ കനത്ത തിരിച്ചടി തന്നെയായിരിക്കും CPM-ന് ഉണ്ടാവുക. തീർച്ചയായിട്ടും ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ ഈ പടിപ്പടിയായിട്ട് ED ഓരോ നടപടികളിലേക്ക് കടക്കുകയാണ്. ഈ മാസപ്പടി കേസിൽ തന്നെ ഇന്നലെ CMRL MD-ക്ക് അടക്കം നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ വിധി കൂടെ ഈ മാസം 19-ന് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവും നെഗറ്റീവും രണ്ട് തരത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതിരിക്കുന്നു. ഇതെങ്ങനെയൊക്കെ ആയിരിക്കാം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുവാൻ പോകുന്നത്? ഒപ്പം CPM കൂടുതൽ പ്രതിരോധത്തിലാവുക ചെയ്യുകയല്ലേ? CPM കൂടുതൽ പ്രതിരോധത്തിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം തുടക്കം മുതൽ തന്നെ ഈ നൽകിയ സേവനത്തിനുള്ള പണം അതാണ് ലഭിച്ചത് എന്നുള്ള ആ ഒരു ന്യായീകരണത്തിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും CPM-ഉം ഒക്കെ ചെയ്തൊരു കാര്യം. മുഖ്യമന്ത്രിയുടെ മകളെയും കമ്പനിയും ഒക്കെ സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു ശ്രമമായിരുന്നു CPM-ന്റെ ഭാഗത്തു നിന്നും എപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷേ ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് കനത്ത തിരിച്ചടി തന്നെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ED-യുടെ നടപടികളും തുടരുന്നുണ്ട്. നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ CMRL-ന്റെ MD-ക്ക് നോട്ടീസ് നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലുള്ള നടപടികളുമായി ED പോകുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണം കൂടി, കോടതിയുടെ മേൽനോട്ടത്തിലൊരു അന്വേഷണം കൂടി വരികയാണെങ്കിൽ CPM കടുത്ത പ്രതിരോധത്തിലാകും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം കനത്ത തിരിച്ചടി തന്നെ ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. കാരണം പൊതുവിൽ തന്നെ ഈ ഒരു സർക്കാരിനെതിരെ വലിയൊരു അതൃപ്തി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ദൂർത്തിലും മറ്റു പ്രശ്നങ്ങളിലും ഒക്കെ തീർന്ന ഒരു ഭരണത്തിൽ ജനങ്ങൾക്ക് സംതൃപ്തിയില്ല. അതിനിടയിലാണ് ഈ ഒരു മാസപ്പടി വിവാദമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്നതിൽ ഒരു അന്വേഷണം കൂടി മുഖ്യമന്ത്രിക്ക്, അതായത് വിജിലൻസിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതിന്റെ തലപ്പത്തിൽ നിൽക്കുന്ന ആൾ ആ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ടി വരും. അതൊരു സ്വാഭാവികമായ നടപടിയാണ്. മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തെ തന്നെ സ്ഥാനം ഒഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ ഒരുപക്ഷെ അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ നീങ്ങേണ്ടി വരും. ഏതായാലും വളരെ നിർണായകമാണ് ഈ ഒരു കോടതിയുടെ നീക്കം. ഏതായാലും ആ ഒരു വിധി ഈ മാസം 19-നാണ്. ഇന്ന് വിധി പറയുമെന്ന് പറഞ്ഞെങ്കിലും വിധി പകർപ്പ് തയ്യാറാകാത്തതിനാലാണ് 19-ലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.